ഹലോ ഗൈസ്, മോട്ടോക്ലച്ചിൻ്റെ പുതിയൊരു ട്രാവൽ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ വള്ളത്തിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ചെറിയ കണ്ടൽക്കാട് അതുപോലുള്ള സ്ഥലത്തൂടെ ഇപ്പം നമ്മൾ നേരെ കായലിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അടിപൊളിയാണ് ഈ സ്ഥലമൊക്കെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-4:30 ടൈമിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം 5 മണി ആവാറായി. അപ്പം അടിപൊളിയാണ് ഈ സ്ഥലം മൊത്തത്തിൽ കാണാൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫുൾ ഇങ്ങനെ കാടിന് നടുക്കൂടെ നമ്മൾ ഈ വലിയ വള്ളത്തിൽ പോവുകയാണ്. ആടെ ഈ സൈഡിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ കണ്ടൽക്കാടുകളും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി രസമാണ് ഇവിടെ കാണാൻ തന്നെ. അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആലപ്പുഴയെന്ന് ഉറപ്പായിട്ടും വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങളെല്ലാവരും മറക്കാതെ ഈ സ്ഥലം വന്ന് കാണണം. അത്രയ്ക്കും സൂപ്പർ സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കായലിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ്ട് ഈ കാണുന്ന ഈ ചെറിയ ഈ കലങ്ങ് പോലുള്ള സംഭവത്തിൻ്റെ അടിയിൽ കൂടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലോട്ടൊക്കെ നോക്കി തന്നെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കൊട്ടവഞ്ചികളും അതേപോലെ ചെറിയ ചെറിയ ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടുത്തെ ഭംഗി. അടിപൊളിയാണ് ഈ സ്ഥലം മൊത്തം. എന്നാൽ അതേപോലെ ഇവിടെ വള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളിപ്പം പോകുന്ന പോലെ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ കാണുന്ന വള്ളത്തിൽ ഇപ്പോൾ ഇങ്ങനെ താന്നിരിക്കണം. അതായത് ഈ അടിയിലേക്ക് ഇങ്ങനെ താന്നിരിക്കണം. അടിപൊളിയാണ്, അടിപൊളി ഫീലാണ്. നല്ല രസമാണ് ഇതൊരു പോകാൻ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ തല ഇങ്ങനെ കുനിച്ചിങ്ങനെ കണ്ടിങ്ങനെ ഇങ്ങനെ താന്നിങ്ങനെ ഇരിക്കണം. വലിയ വിഷയമല്ല, നേരത്തെ ഭയങ്കര വിഷയമായിരുന്നു. നല്ല താല്പര്യം. ഗായ്സ്, ഇപ്പം നമ്മുടെ വള്ളം നമ്മുടെ കായലിൻ്റെ അടുത്തെത്തി. അപ്പം നമ്മളിപ്പം കറക്റ്റ് നമ്മളിപ്പോൾ ആ ചെറിയ കനാൽ പോലുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങി കായലിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് വന്നു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മൺട്രോ ആർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ മൺട്രോ ആർച്ചിലേക്കാണ് നമുക്ക് പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കണ്ടൽക്കാടിൻ്റെ നടുക്കൂട്ട് കയറുകയാണ്. അതായത് ഇപ്പോൾ ഈ മൺട്രോ ആർച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കൂടാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. ഭയങ്കര ഫീലാണ് ഇതിലെ കയറുമ്പം തന്നെ നമുക്ക് കിട്ടുന്നത്. അടിപൊളിയാണ്, കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഈ മൺട്രോ ആർച്ച്. അത്രയ്ക്ക് സൂപ്പറാണ് കാണാൻ. സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. നിങ്ങളെല്ലാവരും ഈ കൊല്ലം ജില്ലയിലെ ഉള്ളവരാണ്, നിങ്ങളെല്ലാവരും ഇവിടെ വരണം. അതേപോലെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചെറിയൊരു ആലപ്പുഴയാണ്. ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്. അമ്പോ അടിപൊളിയാണ്, അടിപൊളി രസമാണ് ഇത് കാണാൻ തന്നെ. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ കണ്ടൽക്കാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ക്രോസ് ചെയ്തിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ആ സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ തുഴഞ്ഞ് അടിപൊളിയാണ്. നല്ല രസമാണ് ഈ സൈഡും എല്ലാ ഭാഗവും കാണാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ അവിടെയൊക്കെ ചെറിയ ചെറിയ കുറച്ച് വീടുകളും അതേപോലെ തന്നെ വീടിൻ്റെ സൈഡിൽ മൊത്തം വള്ളവും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. മൊത്തത്തിൽ ഒരു തുരുത്തും അതേപോലെ ചെറിയ ചെറിയ ഐലൻഡുകൾ നമുക്ക് കാണാം. മൊത്തത്തിൽ 7 ഐലൻഡല്ലേ ഇവിടെ ഉള്ളത്? 7 ഐലൻഡ്. അത് എത്ര ഐലൻഡിൽ ആൾ താമസിക്കുന്നുണ്ട്? 4-5 ഐലൻഡ്, 5 മൊത്തമില്ലേ? അതായത് 5-6 ഐലൻഡിൽ ഇപ്പോൾ ആളുകളും താമസിക്കുന്നുണ്ട്. ഈ ഇതുവഴിയൊക്കെ ഹൗസ് ബോട്ടൊക്കെ പോവോ? ഇതുവഴി ഉണ്ടോ? ഇതുവഴിയൊക്കെ പോവല്ലേ? ഓ, ഈ ചെറിയ കാട്ടിൽ കൂടെ ഒന്നും വരത്തില്ലല്ലോ? ഇല്ലല്ലയോ? ഓ, ഈ കനാലിൽ കൂടി ഇങ്ങനെയുള്ള വള്ളങ്ങളല്ലേ കൂടുതലായിട്ട് പോകുന്നത്? കായലി മാത്രമേ ഉള്ളൂ അല്ലയോ? ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിപ്പം ഈ ഇതൊക്കെ നല്ല പാടായിരിക്കും അല്ലേ? ആളുണ്ടോ? കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓ, ചൂടൊക്കെ ആയപ്പോഴത്തേനല്ലേ? ഓ, അപ്പോൾ നമ്മൾ നമ്മുടെ മൺട്രോ ആർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം അതിന് ചുറ്റും ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് നമ്മളിപ്പം തിരിച്ചങ്ങോട്ട് പോവാണ്. ഞങ്ങൾ രണ്ടുപേരോടാണ് ഒരുമിച്ച് വന്നത്. ഇതെൻ്റെ കൂട്ടുകാരനാണ്, സോന പൊന്നച്ചൻ എന്നാണ് പേര്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരോടാണ് വന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-3:30 ആയപ്പോൾ ഇറങ്ങി. ഇവിടെ നമ്മുടെ അടുത്താണ് സ്ഥലം, നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ഈ മൺറോത്തുരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം 4-4:30 ആയി. ഞങ്ങളിങ്ങനെ പെയ്യൊക്കെ വന്ന് ഈ സമയത്ത് വന്നാലാണ് ഇവിടെ ഏറ്റവും കാണാൻ നല്ല ഭംഗിയുള്ളത് അല്ലേ? വൈകിട്ട് സമയത്തല്ലേ? വൈകുന്നേരമാണ് കാണാനും നല്ലത്. അതെ തന്നെ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെയിലൊക്കെ താന്ന് അത്യാവശ്യം നല്ല കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ്. അപ്പം നമ്മൾ നമ്മുടെ കായലിൽ നിന്ന് ഇപ്പം കയറി ചെറിയ ചെറിയ കണ്ടൽക്കാട്ടിലോട്ട് ഇപ്പം പോവാണ്. ചെറിയ കനാൽ പോലെ ഒരു സ്ഥലത്തോട് ഇപ്പോൾ നമ്മളങ്ങോട്ട് പോകണം. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു വള്ളം പോകുന്നുണ്ട്. അതിൽ കുറച്ച് ഫാമിലീസൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ വൈകിട്ട് സമയമുണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറേ ഫാമിലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെ പിന്നെ ഈ ഇതിനകത്ത് വല്ല ഈ ഇഴജന്തുക്കൾ പോലുള്ള ഒന്നുമില്ലല്ലേ? ചേര പോലുള്ള അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലയോ? മീനൊക്കെ കാണും ഇതിൻ്റെ അടുത്തൊക്കെ? മീനുണ്ടല്ലേ? ഓ, മീൻ വളർത്തല് ഇതൊക്കെ ഇല്ല ഇവിടുത്തെ മെയിൻ. ഇവിടുത്തെ ആളുകളുടെ മീൻ വരുമാനം ഈ മീൻ വളർത്തലും അതൊക്കെ അല്ലേ? പിന്നെ ഇങ്ങനെ ബോട്ടിങ്. ഓ, ആദ്യം മണ്ണിന്റെ പരിപാടി.
പിന്നെ ഈ കൂടുതൽ സ്ഥലങ്ങൾ ഇങ്ങനെ ചതുപ്പുകളല്ലേ ഇവിടെ? ആ ഫുള്ള് മൺട്രോത്തുരുത്ത് ഫുള്ള് താന്നുകൊണ്ടിരിക്കും അല്ലേ? ഓ 2050 അങ്ങാണ്ടാവുമ്പോഴല്ലേ താഴൂന്നൊക്കെ പറയുന്നല്ലേ? 2050 ആകുമ്പോഴത്തേനല്ലേ? ഇതെല്ലാം വരമ്പായിരുന്നല്ലേ? ഓ എല്ലാം വെള്ളത്തിലാവുക. എനിക്കിത് നോക്കി തന്നെ അറിയാം. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടല്ലേ തിരിയുന്നേ? ആ ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇച്ചിരി വീതിയുള്ള കനാലിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇപ്പം നമ്മൾ അതിലും വീതി കുറഞ്ഞൊരു സ്ഥലത്തോട്ട് ഇപ്പം തിരിഞ്ഞ് കയറുകയാണ്. അതും ഫുള്ള് ഏത് സൈഡിലോട്ട് എങ്ങനെ നോക്കിയാലും ഇവിടെ ഫുള്ള് കണ്ടൽക്കാടാണ്. ഇപ്പം ഈ സ്ഥലമൊക്കെ പണ്ട് കരയായിരുന്നല്ലേ? ഈ സ്ഥലം മൊത്തം പണ്ട് കരയായിരുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ചേട്ടൻ പറയുന്നത്. ഫുള്ള് കരയായിരുന്നെന്നാണ് പറയുന്നത്. അതൊക്കെ ഇപ്പം ഓ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവുന്നില്ലയോ? ഫുള്ള് ഇവരൊക്കെ ഇവിടെ പണ്ട് വന്ന് പുല്ലൊക്കെ അറുത്ത സ്ഥലമാണെന്നാണ് പറയുന്നത്. അത് ഫുള്ള് ഇപ്പം അത് ഫുൾ അതാ ആ സ്ഥലം മൊത്തം ഇപ്പം ചതുപ്പായിട്ട് മാറി. അപ്പം നമ്മളിപ്പം ആ ഇച്ചിരി വീതിയുള്ള സ്ഥലത്തുനിന്ന് മാറി വീണ്ടും കുറച്ച് വീതി ഇങ്ങനെ കുറഞ്ഞ് ഒരു സ്ഥലത്തൂടാണ് ഇപ്പം ഞങ്ങളിപ്പം പോകുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം ഈ സ്ഥലം തന്നെ കാണാൻ തന്നെ. നമുക്കിതിലേക്ക് പോകുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഈ സ്ഥലം കാണാനും അതുപോലെ ഈ വൈകിട്ടത്തെ ഈ വള്ളത്തിൽ പോകുന്ന ഒരു ഫീൽ അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകുന്നത്. ഇപ്പം നോക്കിയറിയാം നമ്മളെ കണ്ടൽക്കാടുകൾ നമ്മളിങ്ങനെ അടുത്തോട്ട് വരുന്ന പോലെയുള്ള ഒരു ഫീലാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കിടക്കുന്ന പോലെ ആണ് ഇപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നത്. നല്ല ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഇപ്പം വേറെ വള്ളമൊക്കെ വരുമ്പോൾ നമ്മുടെ വള്ളം ഇങ്ങനെ ട്രാഫിക് നിൽക്കുന്ന പോലെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മാറ്റി നിർത്തും. നമ്മുടെ വള്ളമൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് ചേർത്ത് മാറ്റി നിർത്തും. അവരവിടെ നിന്ന് ഇങ്ങനെ സിഗ്നൽ പോലെ ഇങ്ങനെ പറയും വള്ളം സൈഡാക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ വള്ളം ഇങ്ങനെ സൈഡാക്കി കൊടുക്കും നൈസിന്. വണ്ടി ഇടിച്ച് തട്ടി ഇപ്പം നല്ലപോലെ തട്ടി. പിന്നെ ഇപ്പം നമ്മളെ ഇപ്പം ഈ സ്ഥലം പോലെ ഇനി കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ തന്നെ അല്ലയോ ഈ സ്ഥലമെല്ലാം ഇപ്പം അതേപോലെ ആവും. അതുകൊണ്ട് ഈ സ്ഥലമൊക്കെ നോക്കി തന്നെ അറിയാം. നമുക്ക് കാണുമ്പോൾ പഴയ ഒരു ഗ്രൗണ്ടിൻ്റെ ഫീൽ ഇപ്പോൾ അതിങ്ങനെ ചതുപ്പായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ? താന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്ന റിസോർട്ട് ഇതെല്ലാം ഇങ്ങനെ ആവുമായിരിക്കും അല്ലേ? ഭാവിയിൽ ഇങ്ങനെ ആവുമായിരിക്കും അല്ലേ? മൊത്തം ഇങ്ങനെ ചതുപ്പായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വഴി നോക്കി തന്നെ അറിയാം. ഇപ്പം ഈ നമ്മളെ വള്ളം തൊഴുന്ന ചേട്ടൻ പറഞ്ഞത് ഈ സൈഡൊക്കെ പണ്ട് കെട്ടിടങ്ങളൊക്കെ നിന്ന സൈഡാണ്. അപ്പോൾ അതെല്ലാം ഇപ്പം ചതുപ്പായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് ഫുള്ള് പോയി. അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കിക്കറിയാം ചെറിയ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാം. നമുക്കിങ്ങനെ കെട്ടിടത്തിൻ്റെയൊക്കെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാം. അവിടെ ഓ ആ ടാങ്കൊക്കെ പഴയ ബിൽഡിങ്ങിൻ്റെ അല്ലയോ? ഓ പഴയ ബിൽഡിങ്ങിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ കുറച്ച് വീടുകളും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴിക്കാണ് കൂടുതൽ ഈ ചതുപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കായലിൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള ആ ഭാഗം ഫുള്ള് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാലം ആളുകളൊക്കെ മേലിൽ കൂടെ നടന്ന ഒരു പാലത്തിന് അടി കൂടി ഇപ്പം കയറാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്ന് പറയാം. നമ്മളിപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ആ സൈസിലുള്ള ഒരു പാലത്തിന് അടി കൂടെ വരുമ്പോൾ ഇതിന് പിന്നെ ഹൈറ്റ് നല്ലപോലെ ഹൈറ്റ് ആണെന്നെങ്കിലും പറയാം. നേരത്തെ ഞങ്ങളിപ്പോൾ ഒരു പാലം വന്നതാണ്ട് ഈ കാണുന്ന ഈ തറയിൽ നമ്മളിപ്പോൾ ഇറങ്ങി ഇങ്ങനെ കിടന്നാണ് വന്നത്. അടിപൊളിയാണ് ഈ അടി കൂടെ പോകുന്ന കാഴ്ച തന്നെ. ഇപ്പം നമ്മുടെ ചേട്ടനാണ് ഇങ്ങനെ പാലത്തിനടി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ താന്നിങ്ങനെ നിൽക്കും. പാലമൊക്കെ പോയി പാലത്തിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. പാലമൊക്കെ പൊളിയാറായി മേളിൽ കൂടെ അല്ലേ? കുറച്ച് കാലോടെ കഴിയുമ്പോൾ തന്നെ ഇത് ഫുള്ള് ചതുപ്പാവും അല്ലേ? നല്ല താന്നോണ്ടിരിക്കും അല്ലേ? ഓ ഇതൊക്കെ അല്ലയോ? ഓ അപ്പൊ ഈ മഴയും ഈ സമയത്തൊക്കെ ആണോ? ഓ അത് ഈ വേലിയേറ്റ സമയം എന്ന് പറയുന്നത് അല്ലയോ? വേലിയേറ്റ സമയം അല്ലയോ ഇപ്പൊ? ഇപ്പൊ ഈ മാസമാണോ വേലിയേറ്റ സമയം? അപ്പം ഈ വെള്ളം മൊത്തം ഇതിൽ കയറും അല്ലേ? ഓഹോ വീടിനകത്ത് വരെ വെള്ളം കയറുന്ന? വീടിനകത്ത് വരെ കയറും അല്ലേ? ഈ സ്ഥലം മൊത്തം വെള്ളം കയറി മുങ്ങിയതല്ലയോ? ഇപ്പൊ ഈ വൈകിട്ട് നോക്കുമ്പോൾ വെള്ളമില്ല, ഒന്നുമില്ല. രാവിലെ ആണോ വെള്ളം കയറുന്നത്? രാവിലെ 2 മണിയാകുമ്പോൾ തുടങ്ങും. രാവിലെ 2 മണിക്ക് ഒരു 8-8:30 വരെ നിൽക്കും. കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങും. ഇവിടെ ഈ സ്ഥലം ഫുള്ള് വെള്ളം കയറും അല്ലേ? എല്ലാം കയറി കിടന്നു. ദാണ്ട് ഈ തെങ്ങിന്റെ ഈ തൊടിയുടെ ഹൈറ്റ് കയറുമോ? അതിന്റെ വെള്ളം എല്ലാം ഇവിടെ കയറത്തില്ല, അങ്ങോട്ട് മാറി കയറും. ഓ അങ്ങോട്ടല്ലേ? അപ്പൊ ഇതൊരു ചെറിയ ദ്വീപ് പോലെ ഒരു സ്ഥലമല്ലേ ഈ മൊത്തം? ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ദ്വീപല്ലേ? അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാണെങ്കിൽ നമുക്ക് അറിയാം നല്ല രീതിയിലൊക്കെ വെള്ളമൊക്കെ കയറി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് റെയിൽവേ ഇതല്ലേ
ട്രെയിൻ പാലമൊക്കെ ആണ് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമുക്കിപ്പോൾ അതൊരു ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കേക്ക് വെക്കുമായിരിക്കും. ഇപ്പോൾ രാവിലെ ആകുമ്പം ഇപ്പോൾ ഈ വേലയേറ്റ സമയത്തൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് വെള്ളമാണെന്ന് പറയുന്നത്. ഓ താമസം ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെയൊക്കെ ആകുമ്പോഴത്തേന് ഈ വീടിൻ്റെ അകം ഫുള്ള് വെള്ളമാണെന്നാണ് ഈ അങ്കിളൊക്കെ പറയുന്നത്. അത്രയ്ക്കും വെള്ളം കയറുമെന്നാണ് പറയുന്നത് ഈ വേലയേറ്റ സമയത്തൊക്കെ. ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം ഒരു ചെറിയ ഈ വെള്ളം പണിയുന്ന സ്ഥലത്തോടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് ഇപ്പം വെള്ളം ഇത് പഴയ വെള്ളമാണോ എന്നല്ലേ ഞങ്ങൾ കിടക്കുന്നത്? പഴയ വെള്ളം കിടപ്പ്. അപ്പോൾ ഈ മൂടിയിട്ടേക്കുന്നയോ? അതും പഴയ വെള്ളം അല്ലേ? ഓ ഈ സ്ഥലം ഒരു സ്ഥലമുള്ള ഇവിടെ പണിയുന്നത്? ഈ സൈഡിലെ എല്ലാ സ്ഥലത്തും വെള്ളം പണിയത് ഏരിയ അല്ലയോ? ഓഹോ. ഇപ്പോൾ ഒരു ചെറിയ തോടിൻ്റെ നടുക്കൂടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ആദ്യം കായലിൽ പോയി, അതേപോലെ ചെറിയ കനാൽ വഴി കയറി, കണ്ടൽക്കാടുള്ള ചെറിയ കനാൽ വഴി കയറി, പിന്നെ അതിലും വീതി കുറഞ്ഞ് അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. രണ്ട് സൈഡും വീടാണ്, രണ്ട് സൈഡ് വീട്, അതേപോലെ വള്ളം പണിയുന്ന സ്ഥലമൊക്കെയാണ് ഈ രണ്ട് സൈഡിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് സൈഡിലൊക്കെ വെള്ളമൊക്കെ ഒതുക്കിയിട്ടേക്കുന്ന കുറേ സ്ഥലങ്ങൾ കാണാം. ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഇതൊക്കെ ചെമ്മീൻകുളം അല്ലയോ? ഇതൊക്കെ ഇങ്ങനെ ചെമ്മീനൊക്കെ ഉള്ള കരിമീനുണ്ടോ ഇതിൻ്റെ അപ്പുറത്തൊക്കെ? ഇതിൻ്റെ അങ്ങേ അറ്റത്തല്ലയോ? ഓ ഓ ചെമ്മീനൊക്കെ കിട്ടി എത്ര നാളാ? മറ്റേ 3 മാസം. 3 മാസം. കരിമീനും അതേപോലെ സീസൺ അനുസരിച്ചല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന കരിമീൻകുളമാണ്. ഇപ്പോൾ നമ്മൾ ആ ഫുഡ് കയ്യിലിരിപ്പില്ല. ഫുഡൊക്കെ ആണ് ഇപ്പോൾ പൊങ്ങി വന്നേനെ അല്ലേ? ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്താൽ വരുമല്ലേ? അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമോ? ഓ ആ സൈഡിലെല്ലാം ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലേ? അപ്പോൾ ആ കാണുന്ന ചെമ്മീൻ. ഓ അപ്പോൾ ചെമ്മീനാ ലാഭം അല്ലേ? ചെമ്മീനല്ലയോ? ഓ അപ്പോൾ വരുന്നവരെല്ലാവരും കഴിവതും വൈകിട്ട് വരാൻ നോക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ കായലിൻ്റെ സൈഡിൽ പോയതായാലും അത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അതേപോലെ ചെറിയ ചെറിയ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെ വന്നതായാലും അതും കാണാൻ നല്ല രസമായിരുന്നു കാണാനൊക്കെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവതും വൈകിട്ട് വരാൻ നോക്കുക. അപ്പോൾ സൂപ്പറായിരിക്കും ഈ സ്ഥലം കാണാനും. അതേപോലെ വൈകിട്ട് ഈ ഇളം വെയിലടിക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ കാണുന്നതൊക്കെ ഇപ്പോൾ എന്തോത്തിന് വെച്ചേക്കാണ്? അടുത്ത കുമ്മായിട്ട് അടുത്ത കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ്. ഓ ഇതൊക്കെ കൃഷി ചെയ്യാനല്ലയോ? ആയിരിക്കുന്ന പമ്പാണോ അന്ന് നടുക്കാണെന്ന് നീല? ഓ ഇപ്പൊ ഈ സൈഡിൽ ഇരിക്കുന്ന അതേ സെയിം പമ്പൊക്കെ അല്ലേ? വെള്ളം അടിച്ചളയാനല്ലേ? അപ്പൊ ഈ ഒരു കൃഷി കഴിഞ്ഞാൽ അപ്പോഴേ വെള്ളം അടിച്ചളയോ? ആണ് അല്ലേ? അഴുക്കൊക്കെ മാറാൻ വേണ്ടി അല്ലേ? അപ്പോൾ ഈ വലയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ ഇവിടെ ഈ പരുന്തും കാക്കയുടെയൊക്കെ മീനെയൊക്കെ കുത്തിക്കൊണ്ടുള്ള അത് കാരണമാണ് ഈ മണ്ടേ വലയൊക്കെ ഇട്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഈ സ്ഥലം പോലെ ആയിരുന്നു പണ്ട് ഇതെല്ലാം കണ്ടത്. അതൊക്കെ ഇങ്ങനെ കുഴിച്ചിപ്പോൾ മീൻകുളം പോലെ ആക്കി സൈഡിൽ ഇങ്ങനെ ചെളിയൊക്കെ വരച്ച് മീൻകുളം പോലെ സെറ്റാക്കി വെച്ചേക്കാണ്. അതിൽ ചെമ്മീൻ കൃഷി, അങ്ങനെ കരിമീൻ കൃഷിയൊക്കെയാണ്. ഈ രണ്ട് മീനല്ലേ ഇവിടുത്തെ മെയിൻ? കരിമീനും ചെമ്മീനും. അപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം 6 മണിയായിരുന്നു. ഈ ചെമ്മീൻ കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ വെച്ചേക്കാണ്. ഇതൊക്കെ ആരും വന്ന് എടുത്തോണ്ട് പോകാൻ ഇരിക്കാനൊക്കെ ആയിരിക്കും അല്ലേ? ഓ അറിയാമല്ലേ? ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുവാണ്. ഇതിന്റെ നോക്കി നടത്ത ആളുണ്ടോ? അതോ കാവലുണ്ടല്ലോ? കാവലിന് ആള് നിൽക്കും അല്ലേ? ഇപ്പൊ ഈ വീടിങ്ങനെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ദുരിതമായിരിക്കും അല്ലേ? ഈ വെള്ളം ഇങ്ങനെ കയറിയൊക്കെ വരുമ്പോഴേ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അല്ലേ? രാവിലെ ഒരു 2 മണിക്കൂർ സമ്മതിക്കണം എന്നും രാവിലെ അല്ലേ? ചില ദിവസം ഇല്ല. എന്നാലും ഈ മാസം കാണുമല്ലേ നല്ലപോലെ? അതെങ്ങനെ വെയിൽ കൂടുമ്പോ നല്ല അങ്ങ് കയറും അല്ലേ? കാറ്റുണ്ടല്ലോ, കരക്കാറ്റടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. ഓ ഗായ്സ്, അങ്ങനെ നമ്മുടെ മൺറോത്തുരുത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിപ്പം നമ്മുടെ വന്ന ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ രാത്രിയായി തുടങ്ങി, അതായത് ഇരുട്ട് വീണ് തുടങ്ങി. അപ്പം ക്യാമറയ്ക്ക് ഇനി കൂടുതലായിട്ട് കാണാനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തിരിച്ച് ഏകദേശം എത്താറായി. അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെല്ലാം ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് ഒത്തിരി സഹായം ചെയ്താണ് ഈ നമ്മുടെ വള്ളത്തിൽ വന്ന ചേട്ടൻ നമ്മളെ ഒത്തിരി സഹായിച്ചു. അതായത് എല്ലാത്തിനെയും പറ്റി നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ വള്ളത്തിനുള്ള കാര്യങ്ങൾ എല്ലാം ചേട്ടൻ തന്നെ ചെയ്തു തരാം. അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണിച്ച് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അത്രയ്ക്ക് നല്ല സർവീസാണ് ഈ ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഫുൾ എനർജിയില്ല. നിങ്ങളെല്ലാവരും ഈ മൺറോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം വന്ന് കാണുകയും വേണം. അത്രയ്ക്ക് മാക്സിമം 2 മണിക്കൂറിൻ്റെ പാക്ക് അതാണ്. അത് എടുത്താലേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു 1 മണിക്കൂറിൻ്റെ പാക്കിൽ അവിടെ നിന്ന് തിരിഞ്ഞു, അതൊരു രസമല്ല. 2 മണിക്കൂർ തന്നെ എടുത്താലേ നമുക്ക് ഫുള്ള്
കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.